ഹലോ, ഞാനൊരു അധികപ്പെട്ടിലൊരു കാര്യം ചെയ്തു പോയത് അബദ്ധമായി പോയി ജോക്കി. അധികപ്പെട്ടില് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. നിനക്ക് എന്താണ് പ്രശ്നം? നിനക്ക് ഈയിടെയായിട്ട് എന്ത് ഇളക്കമാണ്? എന്താണ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ജോക്കി. ഞാൻ കാമാൻ കൊയറ്റാണ് ജോക്കി. പണ്ടത്തെ പോലത്തെ ആ പരുന്തുവാസ് എന്ത് പറഞ്ഞാലും ചൂടാവുക ഇതൊക്കെ ചെയ്യുന്ന പരുന്തുവാസിനാണോ ജോക്കി ഇപ്പൊ കാണുന്നത്? ഞാൻ എന്ത് ചില്ലായിട്ട് ഇവരുടെയൊക്കെ കൂടെ ഇരിക്കുന്നേ. അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഒരു മൊത്തത്തിൽ 24 മണിക്കൂർ ഓരോ പെണ്ണുങ്ങൾ നമ്മുടെ ഗ്യാങ് മൊത്തത്തിലുണ്ടല്ലോ. ഈ പെൺമയമാണ് സീരിയസ്ലി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ജോക്കി, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ജോക്കി. ഒന്ന് ഇന്നലെ എന്താ ജോക്കി വരാൻ? ഇന്നലെ നമ്മുടെ ഗ്യാങ്ങിന്റെ പൗരുഷം കാണുമായിരുന്നു ജോക്കി. ഇന്നലെ വരണമായിരുന്നു. ഇന്നലെ അല്ലേ പെരുന്നാൾ അടിച്ച അവന്മാരെ നിലം തൊടിയിക്കാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജോക്കി എന്ത് പറഞ്ഞാലും എന്തിനാ ജോക്കി? ഞാൻ ഇത്ര ഓറയിൽ എന്റെ ഗ്യാങ്ങിന്റെ കാര്യം പറയുമ്പോ ജോക്കിയാണ് ഇപ്പൊ പെണ്ണുങ്ങളെ പറ്റി പറയുന്നേ. അല്ല, എന്നെ വിളിച്ചിട്ട് വാസു എന്തിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ പറയണ്ടേ? ഞാൻ സ്പീക്കർ ഇട്ട് കേൾപ്പിക്കാം. ഞാൻ എന്നെ വിളിക്കുന്നവരല്ലതാ. ഹലോ അണ്ണു കൈവെക്കല്ലേ അണ്ണു. ഹലോ ഹലോ വാസന കുട്ടി. സാനിയ മറന്നോ? ഇല്ല മറന്നില്ല. എവിടെയാ കൊറേയല്ല കണ്ടിട്ട്? ഞാന് എന്റെ ഫോൺ കളഞ്ഞു പോയായിരുന്നേ സാനിയ. എന്റെ ഫോണ് കളഞ്ഞൊന്നും പോയില്ല. പുതിയ ഫോൺ എടുത്തപ്പോ നമ്പറൊക്കെ സേവ് ചെയ്യാം. അപ്പോഴാണ് വാസന്റെ നമ്പർ കണ്ടേ, പഴയ ഫോണിൽ. അല്ല എന്റെ ഇത് പുതിയ നമ്പർ എവിടെ നിന്ന് കിട്ടി? അല്ല ഇത് പഴയ നമ്പർ തന്നെയല്ലേ? 3333 തന്നെയാണോ എന്റെ നമ്പർ ഇപ്പോ? ആ പഴയ നമ്പർ. ഞാൻ പഴയ ഫോൺ നോക്കിട്ടാ വിളിച്ചായിരുന്നു നമ്പർ എടുത്തിട്ട്. എന്റെ 3333 തന്നെയാണല്ലേ? ഓക്കെ. അല്ലേ ഇതന്നെയാണ് ഞാൻ വിളിച്ചേ. ശരിയാ കുട്ടി. അതെ ഇവിടെ നമ്മുടെ ഗോഡ് ഫാദർ വന്നിട്ടുണ്ട്. പുള്ളിയുടെ അടുത്ത് നമ്മുടെ ഒരു ചെറിയ മീറ്റിംഗിലായിരുന്നു. ഞാൻ കഴിയുമ്പോ വിളിക്കാവേ. എന്റെ നമ്പർ പഴയത് തന്നെ ആയി. 3333 നമ്മുടെ പാക്ക് അപ്ഗ്രേഡ് ആയിരുന്നു. എന്റെ സെർവറാണ്. പറയടാ. ഡോഗി ആണോ? ഡോഗി നിന്റെ അച്ഛനും ഡോഗി. ജോക്കി പറ. എന്താ ദർശന എന്ന് പറഞ്ഞ കുട്ടി വിളിച്ചായിരുന്നു? എന്താണെന്നൊന്ന് പറഞ്ഞാൽ അതൊന്നും പ്ലീസ് ഒന്ന് ജോക്കി. ഒന്നുമില്ല, എനിക്ക് കേൾക്കണം ജോക്കി. അത് മിസ്റ്റർ എക്സിനെ ഒന്ന് കാണാൻ പോകണമായിരുന്നു, പക്ഷെ അത് ഇപ്പൊ നടക്കത്തില്ല. ഞാൻ അവനെ വിളിക്കട്ടാ. അവനാ? ആരെ? നിന്റെ അച്ഛനാണല്ലോ. നിന്റെ അച്ഛനെ പോലാണല്ലോ നീ അത് നടക്കണേ. അവനെ വിളിക്കട്ടെ, ചെല്ലാക്കണം. നിനക്ക് നീ പറയുമ്പോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ജോക്കി. മിസ്റ്റർ എക്സിന്റെ വണ്ടിയൊക്കെ എടുത്തോണ്ട് വന്ന് ഇട്ടേക്കണം ജോക്കി. ഗ്യാങ് അസറ്റ്സ് ഒക്കെ എടുത്ത് കളയും ജോക്കി അവന്മാര്. ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ജോക്കി. ഇമാതിരി ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു കോഴിയുടെ ഇതുവരെ ടിവിയുടെ കാരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. വേറെ കോലിയിടൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ എത്ര പേരുണ്ടായിരുന്നു? സരക്കുണ്ടായിരുന്നു, രാനുണ്ടായിരുന്നു. കമ്പയർ ചെയ്യാൻ പറ്റുമോ പേക്കാണ്ടി? എടാ ഇതിപ്പോ എങ്ങോട്ടേലും ഒന്ന് പോണ കുറച്ച് പരിപാടിയുണ്ട്. പരിപാടി നടക്കുന്നതെന്ന് പറഞ്ഞ ഞാൻ കൊണ്ടുപോവാം. എടാ മിസ്റ്റർ എക്സിന്റെ അടുത്ത് പോയാൽ മിസ്റ്റർ എക്സുമായിട്ടുള്ള പരിപാടി, ഏക്കായിട്ടുള്ള പരിപാടി നടക്കും. മുതുക്കി പോയാൽ വേറെ പരിപാടി നടക്കും. ഇനി ഇൻ കേസ് വേറെ പലയിടത്തും പോയാൽ വേറെ പരിപാടി നടക്കും. ഇഷ്ടംപോലെ പരിപാടികളില്ലേ ചെയ്യാൻ. എന്നാ വാ ജോക്കി, ഞാൻ കൊണ്ടുപോവാം. എന്നാ കേറ് വാ. ആദ്യം ഒരു ഫോൺ മേടിച്ചു. മിസ്റ്റർ എക്സ് വിളിക്കാൻ പറഞ്ഞിട്ട് കുറെ നേരമായി. ഫോൺ വിളിക്കാത്ത കാരണമാണ് ഇത് വിളിക്കാത്ത. ആദ്യം ഒരു ഫോൺ വാങ്ങിക്കണം. അപ്പുകുട്ടാ സംസാരിക്കാൻ വിളിച്ചതാ. അപ്പുകുട്ടാ എന്താ ഇനി കുറച്ച് ദിവസം നീ ഇവിടെ വരണമെന്നില്ല കേട്ടോ. ഞാൻ വെളിയിലൊരു വലിയ പ്രൊജക്ട് തരുന്നുണ്ട്. അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണേ കേട്ടോ. അധികം ഇങ്ങോട്ട് വരണം എന്നില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് മാനേജബിൾ ആണ്. ഞാനില്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇല്ല ഞാൻ എല്ലാം നോക്കി നടത്തിക്കോളാം. എനിക്ക് വെളിയിൽ ഞാനൊരു വലിയ പ്രൊജക്ട്. അണ്ണുവിന്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇല്ല ജോക്കിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഗ്രൈൻഡ് ചെയ്യണം. 35 കോടി മാസം. ഇല്ല നിനക്ക് ഗ്യാങ് ഫണ്ട് വേണമെങ്കിൽ ഞാൻ ഇതാക്കി തരാം ഈ മാസം. കാരണം വെളിയിലത്തെ അത്രയും വലിയൊരു വർക്കാണ്, അത് ഇമ്പോർട്ടന്റ് ആണ് ജോക്കി. അല്ല ആദ്യം ഒരു ഫോൺ വാങ്ങിക്കണമായിരുന്നു. താഴെ മാർക്കറ്റ് ഇട്ടോ.
ചന്ദ്ര സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഗുരുവാണോ ഇടിച്ചാണ്ടല്ലോ. നമ്മളിടിച്ച അതിനകത്ത് 2 പെൺകുട്ടികളായിരുന്നു. ഹലോ കുട്ടി സോറി കുട്ടി അറിയാതെ തട്ടിയതാണെന്ന് പറയാൻ വന്ന് വീണ്ടും തട്ടിയതാ കേട്ടോ. ഷർട്ടൂരാനാ ചുട്ടൂന്നല്ലേ വിളിച്ചപ്പോ ആര് ചുട്ടൂന്നല്ലേ വിളിച്ചത്? അത് അങ്ങനെ എന്താ കേട്ടല്ലേ ഞാൻ കേട്ടത്? അന്ന് അങ്ങനെയാണ് കേട്ടത്. ചുട്ടൂന്നാണ് വിളിച്ചത്. എന്തോ നിന്റെ പേര് ചുട്ടൂന്നാണോ? അല്ല, ചന്ദ്ര നിന്റെ പേര് ചുട്ടൂന്നാണോ? അപ്പൊ എന്റെ പേര് എന്തായാലും ചുട്ടൂന്നല്ല. അപ്പൊ ചന്ദ്രനായിരിക്കും. ചന്ദ്രനായിരിക്കും. അവര് സംസാരിക്കട്ടെ. വെളിയേക്കാൻ വേണ്ടിട്ട് നടക്കും. എല്ലാരെയും ഇടിച്ചങ്ങ് തെറുപ്പിക്ക് നീ, എല്ലാരെയും കൊല്ല് നീ. മരത്തിന്റെ മോളിൽ പോയിരിക്കുന്നു. ഞാനൊരു വണ്ടി അറിയാതെ തട്ടി തെറിപ്പിച്ചല്ലേ ഇവിടെ. അറിയാതല്ല, സ്പീഡിൽ വന്നു. ഒരു ഫോൺ വാങ്ങിക്കണമായിരുന്നല്ലോ. ജോക്കി ഇപ്പൊ കണ്ടോളാം. ഇപ്പൊ പീഡി അനൗൺസ്മെന്റ് വരും. നിങ്ങൾ ബീച്ച് മൈതാനത്തിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് വണ്ടി തൊട്ട് മാറ്റണം. അല്ലെങ്കിൽ ഞങ്ങൾ വെടിവെച്ചെടുക്കും. ഇപ്പൊ വരും. അതെന്താ ആരാടാ അവിടെ ഇരിക്കുന്നത്? പിന്നെ സത്യമല്ലേ മയില്? ഇരിക്കടാ. ഒന്നത്തണ്ട. കിട്ടോ ഡിപ്രഷനിലാട്ടോ. കിട്ടോ ഇടറാ. ദർശനിക്കുള്ള സ്റ്റോപ്പ് കാണാതെ നിன்று റാത്താടി പോലാടിച്ച് പൊന്മാനെ ഇതൊക്കെ സത്യം പറഞ്ഞാടാ വാസു, ഇതൊക്കെയാണ് പാട്ട്. മനസ്സിലായോ? സത്യം ജോക്കി, ക്ലാസിക് എവർഗ്രീൻ. ഞാനാ വണ്ടി മാറ്റിയിടണം ചന്ദ്ര. കൂടെ വണ്ടി മാറ്റിയിട പ്ലീസ്. വണ്ടി ഒന്ന് മാറ്റിയിട. വണ്ടി മാറ്റിയിടണോ? പിന്നെ ഇവിടെയാണോ ദർശന? എടാ വാസു ഉണ്ടെങ്കിൽ കാര്യമാണ് ഞാൻ വൈകുന്നേരം വരെ പറഞ്ഞത്. ദർശന മറ്റേ മുടി പിന്നിട്ടേക്കുന്ന ഓറഞ്ച്. മനസ്സിലായില്ലേ? ദർശന. ഓ ദർശന. ദർശന. ഓ ഇറങ്ങി ദർശന. ദർശന വാ, ഇറങ്ങി. അലിക്സ് ബാക്കിയാണ് നമുക്ക് ലൈവ്. ദർശന ജോക്കിക്ക് എന്താ ചോദിക്കാണ്ടോ ദർശന എടുത്തേ? വണ്ടി കുടുങ്ങിയിട്ട്. ദർശന മോളെ ഇങ്ങോട്ട് വന്നേ. അവസാനം അപ്പൊ എൻജോയ്. ശരി. എടാ നീ പുഴുത്തേ ചാവുള്ളൂ, നീ മനസ്സിലായോ? നിന്റെ പറഞ്ഞ അങ്ങനെയാണ്. ഈ ഡയലോഗ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണേ ഷോട്ടെക്സേ. ചന്ദ്ര, ഇതിനെ നീ ഓർത്ത് ദുഃഖിക്കും. നീ എന്നെ വിളിച്ച് കരയും. അത് നീ ഉടനെ കാണും, നോക്കിക്കോ. പക്ഷെ ഞാൻ ഇവനെ അങ്ങനെ അല്ല വളർത്തിയേക്കുന്നേ, മനസ്സിലായോ? ഒരു പെണ്ണിന്റെ പുറകെ പോവുക എന്നുള്ള ഒരു ഇതിലല്ല വളർത്തിയേക്കുന്നേ. കാരണം ഇവന് ബേസിക്കലി എന്ത് തന്നെ പറഞ്ഞ നാണമാണ് ഈ പെൺപിള്ളേരുടെ അടുത്തൊക്കെ സംസാരിക്കാനും പെരുമാറാനും. നമ്മൾ അങ്ങനെയാണ് അതിന്റെ ഒരു സെറ്റപ്പ് വളർത്തിയേക്കുന്നത്, മനസ്സിലായോ? അതെ. സിറ്റിയിലെ പല പെൺപിള്ളേരുടെ അടുത്തും ചോദിച്ചാൽ ഇവനെ കുറിച്ച് ചോദിച്ചാൽ നല്ലത് മാത്രമേ പറയത്തുള്ളൂ.
അല്ല എനിക്ക് മനസ്സിലാവാത്തത് കുട്ടി എന്തിനാണ് എന്റെ അടുത്ത് വന്നിട്ട് എപ്പോ പോവും ചോദിച്ചോണ്ടിരുന്നേ. ദർശന എങ്ങനെ വൈ യു വാസ് ലൈക്ക് ദാറ്റ്? ആക്ച്വലി ജോക്കിക്ക് ഇത് ഇഷ്ടമല്ല. അങ്ങനെ എപ്പം നമ്മൾ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ അടുത്ത് എപ്പോ തിരിച്ചു പോകും എന്ന് ചോദിക്കുന്നവർക്ക് ഇഷ്ടമാണ്. അവരൊരു സമാധാനത്തിനാണ് നാട്ടിൽ വരുന്നത്. അവരോട് എപ്പോ തിരിച്ചു കൊറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. കെട്ടിയെടുത്തോട്ട് തിരിച്ചങ്ങോട്ട് പോകുന്ന ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ഇനി ചോദിക്കത്തില്ല. കുട്ടിയുടെ പേരെന്താ? ആലിസ്. ലോലന്റെ ഗേൾഫ്രണ്ടാ. ആരെ? ലോലന്റെ. എന്റെ പൊന്നുകുട്ടി കണ്ടവരെ അനുഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അനുഗ്രഹിക്കത്തില്ല. എല്ലാം കമ്മിറ്റഡ് ആണല്ലോ. പോണം. അപ്പം ഇത്രേ ഉള്ളു കാര്യം. ഇനി പലരും മനസ്സിലായില്ലേ, പലരും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ നമുക്ക് ചോദിക്കണോ, നമുക്കൊരു ക്ലാരിറ്റി വേണ്ടേ സംസാരങ്ങൾക്കല്ല. സംസാരം ക്ലിയർ ആയിരിക്കണം. അപ്പം എന്നാ വിട്ടോ വാസു വണ്ടിയുടെ. അല്ല ദർശനക്ക് എന്തെങ്കിലും പറയണ്ടോ? അല്ല കുട്ടിയെല്ലാം പറഞ്ഞു. കുട്ടിക്ക് ഒന്നും നിനക്ക് എന്തെങ്കിലും മൊഴിയുണ്ടെങ്കിൽ നീ അങ്ങ് മൊഴിയടാ. കഴിഞ്ഞാൽ ഓന്റെ ഫ്രണ്ടാന്നാണ് പറഞ്ഞത്. ദർശന നമ്മള് സത്യങ്ങളെ ഇന്നലെ തുറന്നു പറഞ്ഞോളൂ. അണ്ണുവാണ് വാസുണ്ണന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ണു ചെയ്യുന്ന ഒരാളാണ്. അതെ അതെ, എന്റെ എല്ലാ കാര്യങ്ങളും എന്നെ എടുത്ത് വളർത്തിയത് തൊട്ട് ഇപ്പൊ ടിവിയുടെ കാര്യങ്ങൾ വരെ നോക്കുന്നത് ജോക്കിയാണ്. ദർശനക്ക് എന്തെങ്കിലും ദർശനക്ക് എന്താണ് പറയാം? ദർശനക്ക് എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞു. വേണമെങ്കിലും എന്ത് വേണം എങ്കിലും പറഞ്ഞോളൂ. ആരെങ്കിലും ചേട്ടനെ വാസുണ്ണ ചേട്ടനെ പോലെയാണോ? അല്ല വാസുണ്ണ ബ്രദറിനെ പോലെ. അല്ല അതാണ് വാസുണ്ണ ഫ്രണ്ട്സ് കുറെ ഉണ്ട്. അതുകൊണ്ട് ബ്രദറിന് ഒരു ബ്രദർ സിസ്റ്റർ ഫീൽ ഇങ്ങനെ തോന്നിയായിരുന്നു. അപ്പൊ ബാക്ക് അവിടെ ആ കോമഡിയിലെ കടൽ കടന്നങ്ങ് പോയി ആ സൈഡിലോട്ട്. ഇങ്ങനെ പലരും പറഞ്ഞ് നടക്കുന്ന ഒരു അവസരം ഉണ്ടാക്കരുത്. മനസ്സിലായോ? സീരിയസ്ലി ഇവനെ ഞാൻ അങ്ങനെ അല്ല വളർത്തിയേക്കുന്നത്. നീയൊരു ഫ്രണ്ടായിട്ട് സഹോദരിയായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഫ്രണ്ടായിട്ട് ഉറപ്പായിട്ട് ഫ്രണ്ട് സഹോദരി. ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഇല്ല അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് മാത്രം ഞാൻ ഓൾ ഇന്ത്യൻസ് ആർ മൈ അത് കുട്ടി. കാരണം നീ കെട്ടണമല്ലോ ഇവിടെ തന്നെ. ഞാൻ കുറച്ച് നീതി പുലർത്തുന്ന ആളാണ് നമ്മുടെ രാജ്യത്തോട്. കണ്ട തൊട്ടി പിള്ളേരെ പോലെ ഞാൻ അനാവശ്യം കാണിക്കത്തില്ല. ഓക്കെ അതെന്തായാലും ആട്ടെ. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത് കേട്ടോ. മുതുക്കിലുള്ള എല്ലാ എണ്ണം ആരെങ്കിലും വന്നിട്ട് പോയി കഴിഞ്ഞാ ദർശന 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 ഇതെന്തു ഇത് ഇല്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല. എടാ ഇതൊക്കെ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? നമ്മളെ റിലേഷൻ ഇന്റർവ്യൂ നടത്തുന്നത് കൊച്ചിന് കല്യാണം കഴിഞ്ഞ് നടത്തി കൊടുക്കാൻ പോകണം നിനക്ക്. ദർശന റെഡി ആണോ? നല്ല കാര്യം. പ്രശ്നം അല്ല അന്ന് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പിള്ളേരുണ്ടോ നമുക്ക് അറിയണമല്ലോ. ഇങ്ങനത്തെ പിള്ളേർ കിട്ടാൻ ഭയങ്കര പാടാണ്. മൈക്ക് സെറ്റ് ആയിട്ട് ആള് വരുന്നുണ്ട് കേട്ടാ, ഒന്ന് നോക്കണേ. മൈക്ക് സെറ്റ് ആയിട്ട് ആള് വരുന്നു. പീടി വരുന്നുണ്ട്. ദർശനം വിളിക്കാം. നമ്പർ എന്താ? ഇവനെന്തോ പ്രശ്നമുണ്ട് ജോഗി, അവനോടൊന്ന് സംസാരിക്കും. നീ ഇരുന്നേ വാസു ഇരിക്കടാ. എടാ മോനെ എന്റെ പ്രശ്നം എന്തോടാ മോനെ? ചോദ്യം ഉത്തരവൊക്കെ നമ്മൾ തന്നെ പറയണോ? ഹലോ മോനെ. ഹലോ മോന്റെ പ്രശ്നം എന്താ മോനെ? അല്ല എന്തേലും ഏകാന്തതയായിട്ടിരിക്കണ ഒറ്റയ്ക്ക്? ഇല്ല എന്തോ ഉണ്ടെന്ന് മനസ്സിലായി നമുക്ക്. സന്തോഷമായിട്ട് തോന്നുന്നില്ല, എന്തോ ഒരു വിഷമമുണ്ട്. റാസാത്തി ഉന്നെ മറ്റേ പാട്ടൊക്കെ ഇട്ട് എനിക്ക് പെണ്ണില്ല ആണ്ടി എഴിച്ച് പോമേനെ പെണ്ണില്ല പാറി നേരെ എന്താ വെച്ചാല് പെണ്ണില്ല. എന്തിനാ നീ ഇവിടെ നിന്ന് മുങ്ങിച്ചാവും.